Hi friends, welcome back to my channel. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു എഗ്ഗ്ലെസ് കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അത് മാത്രമല്ല ഞാൻ ഓവനില്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാനില ക്രീം കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒരു അരക്കപ്പ് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരേ അളവിൽ വേണം എടുത്തു കൊടുക്കാനായിട്ട്. പിന്നെ പഞ്ചസാര പൊടിച്ചതാണ് അരക്കപ്പ്. അതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് അതിനിടയിൽ ഒരു ക്ലിപ്പ് മിക്സ് ആയി പോയിട്ടുണ്ട്. അതേ കപ്പിൽ അരക്കപ്പ് ഓയിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ക്ലിപ്പ് എനിക്ക് മിസ്സായി പോയി. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1/4 കപ്പ് അതേ കപ്പിൽ വേണം അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. അതേ കപ്പിൽ ഞാൻ 1/4 കപ്പാണ് ഞാൻ മൈദ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് പിന്നെ ആ മൈദയിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അത് അരിച്ചെടുക്കണം. അതൊരു അരിപ്പയിൽ ഇട്ടിട്ട് നന്നായി അരിച്ചെടുക്കണം. അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനിപ്പോൾ വെള്ളം തിക്നെസ് ആയിട്ട് വരുന്നതുകൊണ്ട് ഒരു അരക്കപ്പ് പാലെടുക്കണം. പാലും എല്ലാം ഒരേ അളവാണ്. പാലും കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ പഞ്ചസാരയും പിന്നെ ഓയിലും എല്ലാം ഒരേ അളവാണ്. അപ്പം അരക്കപ്പ് പാല് 1.5 പഴം ഒഴിക്കാൻ പാടില്ല. ഞാൻ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഈ രീതിയിൽ വേണം നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒന്നെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് നന്നായി തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് തട്ടി കൊടുക്കണം. കാരണം വെച്ചാൽ ബബിൾസ് ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു കുക്കർ 5 മിനിറ്റ് നേരം നന്നായി ചൂട് വെച്ചതാണ്. അപ്പോൾ ചൂടാക്കാൻ വെച്ചതാണ്. അതിൻ്റെ വാഷറും പിന്നെ വിസിലും എടുത്തിട്ട് വേണം നമ്മൾ അതിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വെച്ചിട്ട് ഒരു 40 മിനിറ്റ് നേരം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട്. 40 മിനിറ്റ് നേരം വെച്ചു കൊടുത്തിട്ടാകുമ്പോഴത്തേക്ക് നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുക്ക് വേണം. വെന്തോ നോക്കാൻ വേണ്ടി ഒന്ന് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കത്തിയാണ്, അതിനൊന്നും ഒട്ടിയിട്ടില്ല. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം 40 മിനിറ്റ് നേരമാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതും ലോ ഫ്ലെയിമിൽ വെച്ച് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ്. അതൊന്ന് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇതുപോലെ മാറ്റിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് നെടുവിലെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നെടുവിൽ കൂടി വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ക്രീം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സ്പൂണിലിട്ട് അടിച്ചു കൊടുത്താലും മതി. നമുക്ക് 2-3 ഓപ്ഷനിൽ നമ്മൾ ചെയ്തെടുക്കാം. ഞാൻ വെണ്ണ ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ലേ. അപ്പോൾ അതിൽ ഞാൻ ചെയ്യുന്ന ആ മെഷീൻ കൊണ്ട് ചെയ്തതാണ് ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിലും ചെയ്യാം, അല്ലാതെ മിക്സിയിലും ചെയ്യാം. പിന്നെ അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം അടിച്ചതിന് ശേഷം ഞാൻ 2 സ്പൂണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തതാണ്. അപ്പോൾ നമുക്ക് മിക്സിയിൽ ചെയ്യാം, പിന്നെ ബ്ലെൻഡറിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്തെടുത്ത രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ നമുക്ക് കുറച്ച് പഞ്ചസാര 3 ടേബിൾ സ്പൂൺ 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത കേക്കിന്റെ മുകളിലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിന് ശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫുള്ളായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബാക്കി 2 പീസ് എടുത്തില്ല, നമ്മൾ 1 പീസ് എടുത്തിട്ട് അതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക. ഇതിന് മുകളിൽ വെച്ചതിന് ശേഷം ഇതിന്റെ മുകൾ ഭാഗത്തിലായിട്ട് ഫുള്ളായിട്ട് ക്രീം ഇട്ട് കൊടുക്കുക. വിപ്പിംഗ് ക്രീമാണ് ഞാൻ ചെയ്യുന്ന അതേ രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ചോക്ലേറ്റ് ഞാൻ ക്രഷ് ചെയ്തെടുത്തതാണിത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ടേസ്റ്റിനും ആയി. അപ്പോൾ ഇത് ചോക്ലേറ്റിൻ്റെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ വാനില ക്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം, ഇത് സെർവ് ചെയ്യാം. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോയുമായി ഞാൻ വരാം. താങ്ക്